വെൺമണി ഗ്രാമത്തിൽ ശാന്തമായി ഒഴുകുന്ന അച്ചൻകോവിലാറിനെ തൊട്ടുരുമി നിൽക്കുന്ന ശാരംഗക്കാവ് ദേവീക്ഷേത്രം. ദേവീ ചൈതന്യം നിറഞ്ഞ ഈ ക്ഷേത്രവും കാവും കാവിൽ അധിവസിക്കുന്ന വാനരന്മാരെ സന്ദർശിക്കാൻ ദിവസവും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. യോഗീശ്വരനായ ശാരംഗ മഹർഷി തപസ് ചെയ്ത വനപ്രദേശമാണിതെന്നും അദ്ദേഹം ആരാധിച്ചിരുന്ന സ്വയംഭൂവായ ശിലാരൂപമാണ് ഇന്നും ആരാധിക്കപ്പെടുന്നതെന്നുമാണ് വിശ്വാസം. ശാരംഗ മഹർഷി തപസ് ചെയ്ത വനപ്രദേശം എന്നതിനാലാണ് ഇവിടം ശാരംഗക്കാവ് ആയതെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. മേടത്തിലെ വിഷുവിനാണ് ദേവിയുടെ തിരുനാൾ ആഘോഷം. തിരുനാൾ ദിനം ഇവിടെ പ്രദർശിപ്പിക്കുന്ന വേലത്തേരിന് ഏറെ സവിശേഷതകളുണ്ട്. 3 കൂടാരങ്ങളടങ്ങിയ അച്ചുതണ്ടിൽ കറങ്ങുന്ന ഈ തേര് മറ്റെങ്ങും ദർശിക്കാൻ കഴിയില്ല. പന്തളം രാജകുടുംബത്തിന്റെ പരദേവതയായി ശാരംഗക്കാവിലമ്മയെ ആരാധിച്ചു വരുന്നു. അയ്യപ്പന്റെ ബാല്യത്തിൽ ആയുധാഭ്യാസത്തിനായി ഇവിടം സന്ദർശിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. അച്ചൻകോവിലാറ് കരകവിഞ്ഞൊഴുകുമ്പോൾ ക്ഷേത്രവും പരിസരവും മുങ്ങിപ്പോകാറുണ്ട്. ഈ കാലയളവിൽ വള്ളത്തിലാണ് ക്ഷേത്രത്തിലേക്ക് നിത്യപൂജയ്ക്ക് ശാന്തിമാർ എത്താറുള്ളത്. സാധാരണ ക്ഷേത്ര സങ്കല്പങ്ങളിൽ നിന്ന് വിഭിന്നമായി വലിയ ഗോപുരമോ കെട്ടിടങ്ങളോ ചുറ്റമ്പലമോ ഇവിടെയില്ല. ഒരു തപോവനത്തിന്റെ പരിശുദ്ധിയും കുളിർമയും ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും അനുഭവപ്പെടും. ശാരംഗക്കാവ് ദേവിയുടെ കാവൽക്കാരായി കാവിന് സംരക്ഷണം നൽകുന്ന വാനര സമൂഹം വേറിട്ട കാഴ്ചയാണ്. വാനരന്മാർക്കുള്ള ചോറൂട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കൊളുത്തിവെക്കുന്ന വിളക്കിലെ തിരികളും നിവേദ്യവും മറ്റും തട്ടിയെടുത്തു കൊണ്ടുപോകുമെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളെയോ പൂജാരിയെയോ ഉപദ്രവിക്കാറില്ല. കാവിൽ നിന്ന് ലഭിക്കുന്ന കായ്കനികളും ദേവസ്വം ക്ഷേത്ര സംരക്ഷണ സമിതിയും ഭക്തജനങ്ങളും നൽകുന്ന ഭക്ഷണവുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. വാനരന്മാർക്ക് പഴക്കുല, നിലക്കടല മുതലായവ വഴിപാടായി നൽകുന്ന രീതിയും സാധാരണമാണ്. വാനരന്മാർ അധിവസിക്കുന്ന വിശാലമായ കാവിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ അനുവാദം വേണം. സമകാലിക മലയാളം, ആലപ്പുഴ.